ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പം കിടന്നുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെന്താ അങ്ങനെ വിചാരിക്കും. ഞാൻ സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറിനൊക്കെ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങളിങ്ങനെ ഇരുന്ന് വർക്ക് ഫ്രം ഹോമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടത്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വിചാരിക്കരുത്. എനിക്ക് പറ്റിയൊരു അബദ്ധം, അതായത് കഴിഞ്ഞ വർഷം ഒരു ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഫിക്സ് ആൻഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ആ പേജ് വഴി ഞാനൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു. അപ്പം ഈ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് കൊടുത്ത് ഒരു പുതിയ ലാപ്ടോപ്പ് മേടിക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ട് അത്രയും എടുക്കാനുള്ളൊരു ഇതില്ലാത്ത സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ആൻഡ് ആപ്പിൾ എന്നുള്ളൊരു ചോയ്സിലോട്ട് പോകുന്നത്. ഒത്തിരി വീഡിയോസ് കണ്ടു. അപ്പം എൻ്റെ ആ കുട്ടിയുടെ ഒരു അഖിലെന്നുമാണ് മറ്റുമാണ്. അപ്പോൾ ആ വീഡിയോ കണ്ട് ഞാൻ അതിനകത്ത് പുള്ളിയെ വിശ്വസിച്ച് ഇതിനകത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്കൊരു നമ്പർ തന്നത്, അതും ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വഴിയാണ്. ഒരു പെൺകുട്ടിയുടെ നമ്പർ വന്ന് അഞ്ജു എന്ന് പറഞ്ഞിട്ട് അവർ ഡീലേഴ്സാണെന്ന് തോന്നുന്നു ആ കുട്ടി. അപ്പോൾ ആ കുട്ടി വഴിയാണ് ഞാൻ ലാപ്ടോപ്പ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലാപ്ടോപ്പിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നു. പക്ഷേ ഈ കുട്ടി നിർബന്ധിച്ച് ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടെടുപ്പിച്ചത്. അവിടെ അഖിലിൻ്റെ വീട്ടിലിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേര് അഖിലെന്നാണെന്ന് തോന്നുന്നു. വീട്ടിൽ ഇരുന്നതാണ് എന്ന് പറഞ്ഞ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലാപ്ടോപ്പ് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചു എന്ന് ഞാൻ പറയും. കാരണമുണ്ട്. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല കണ്ടീഷനാണ് ആ ലാപ്ടോപ്പിന്. അത്രയും നല്ലൊരു ഇതൊക്കെ ഇമ്പാക്റ്റ് കൊടുത്താണ് ആ കുട്ടി ഞങ്ങളെ കൊണ്ടത് വാങ്ങി ഞങ്ങൾ 23 അടുപ്പിച്ച് അവർക്ക് ക്യാഷ് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ലാപ്ടോപ്പ് കേടായി. അപ്പോൾ ഈ ലാപ്ടോപ്പ് എനിക്ക് ഈ ലാപ്ടോപ്പിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് വരുന്ന അതിൻ്റെ നോട്ട് ഞാൻ ഇതിനകത്ത് വലിയ സ്ക്രീനാവുമല്ലോ, മൊബൈലിലാവുമ്പോൾ ചെറിയ സ്ക്രീനിൽ എനിക്ക് കണ്ണിന് പ്രശ്നം വരുന്നുണ്ട്. ഞാനെന്ന് വെച്ചാൽ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പ് എടുക്കുന്നത്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഒരു സംഭവം, ഒരു കഥയോ എന്തെങ്കിലും ഞാൻ എഴുതും. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും എനിക്കൊന്നിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ടൈപ്പ് ചെയ്യാനും മറ്റും എളുപ്പത്തിനും ഒക്കെ ആയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം എടുക്കുന്നത്, അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങുന്നത്. അപ്പോൾ ഇവരെ വിശ്വസിച്ച് ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തു. അവരുടേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ട്, വാറണ്ടി പീരീഡൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓക്കെ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലാപ്ടോപ്പ് ഞങ്ങൾ തിരിച്ച് ഇത് അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ സർവീസ് എങ്ങനെയാണ് കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടി ക്രിയേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള ഒരു ലാപ്ടോപ്പ് സർവീസ് സെൻറ്ററിൻ്റെ നമ്പരും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം തന്നു. അവർ പറഞ്ഞത് പ്രകാരം കൊറിയർ ചെയ്ത് കൊടുത്തു. ഇപ്പം ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയാണ്, മാർച്ച് ഓർത്തോണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ആ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് തിരിച്ച് കൈ കിട്ടിയിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ പാർട്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെയിട്ട് വട്ടം തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ആ കുട്ടിയായിട്ട് കോണ്ടാക്ട് ചെയ്തു. ലാസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ പെങ്കൊച്ച് അഞ്ജു എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞത് അതിപ്പോൾ ക്രിയേറ്റീവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയി ഈ പയ്യൻ്റെ നമ്പർ എടുത്തു. ആ പയ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു അവന് ഇതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് അവിടെ ക്രിയേറ്റീവ് സിസ്റ്റത്തിൽ വിളിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു. പറഞ്ഞ പാർട്സ് കിട്ടാനില്ല, ഈ സെയിം ഇത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ തവണ വിളിച്ചു. ലാസ്റ്റായിട്ട് ഇപ്പം ഞാൻ സർജറിക്ക് പോകുന്നതിന് മുന്നേ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ IVF ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണ് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആകുമ്പോൾ കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിനിടയ്ക്കാണ് ഞങ്ങൾ പൈസ കണ്ടെത്തിയാണ് ഈ ലാപ്ടോപ്പ് മേടിച്ചതെന്ന് പറഞ്ഞ്. പക്ഷെ ഒരനക്കവും ഇല്ല. ഞങ്ങൾക്ക് ഇതുവരെ ആ സാധനം പോലും കൈ കിട്ടിയിട്ടില്ല. എന്നാൽ അതിൻ്റെ ക്യാഷ് അവരെന്തായാലും റീഫണ്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലുള്ള ഫിക്സ് ആൻഡ് ആപ്പിൾ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ റീൽസും അതും ഇതും കണ്ടിട്ട് ആരും പോയി ചാടരുത്. ഈ മണ്ടത്തരങ്ങളിൽ പോയി ചാടരുത്. വെറും പറ്റിപ്പാണ്, എല്ലാം പറ്റിപ്പാണ്. എനിക്ക് പറ്റിയ അബദ്ധം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ.
കാര്യം എൻ്റെ അവസ്ഥ അതാണ്. കാര്യം ഞാനിപ്പോൾ ഈ കിടക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നമുക്ക് എമൗണ്ടും ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിനിടയ്ക്കാണ് ഒരു ലാപ്ടോപ്പ് അത് സെക്കൻഡ് ഹാൻഡ് എടുക്കേണ്ടി വന്നത് തന്നെ നമ്മുടെ ഗതികേട് കൊണ്ടാണ്. EMI ഓപ്ഷനൊക്കെ ഇടാനൊന്നും പറ്റാണ്ട് അത് ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തൊക്കെയോ വേണം. അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങളത് സെക്കൻഡ് ഹാൻഡിലോട്ട് പോയതാണ്. അത്രയും വിശ്വസിച്ച് ചെന്ന് കയറിയൊരു സ്ഥലമാണ് ഫിക്സ് ആൻഡ് ആപ്പിൾ. പക്ഷേ ചതിയാണ് ഞങ്ങൾക്ക് പറ്റിയത്. അതുകൊണ്ട് ദയവേത് ആരും ഇങ്ങനെയുള്ള ചതികളിൽ പോയി പെടരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.